നെക്സ്റ്റ് എങ്ങനെയാണ് ഒരു കാറ്റഗറിക്ക് ഒരു പ്രോഡക്റ്റിനെ ആഡ് ചെയ്യാം, അതർവൈസ് ഒരു ന്യൂ പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രോഡക്റ്റ് മൊഡ്യൂളിൽ പ്രോഡക്ട്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ പ്രോഡക്ട്സ് പേജ് ഓപ്പൺ ആയി വന്നിരിക്കണം. ഇവിടെ നമുക്ക് ഹോൾ ലിസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സൽ ഷീറ്റ് നമ്മളെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്കിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അതർവൈസ് ബ്രൗസ് ചെയ്തെടുക്കാം. എക്സൽ ഷീറ്റ് നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ബ്രൗസ് ചെയ്തെടുക്കാം. അതർവൈസ് ഒരു ന്യൂ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനാണെങ്കിൽ ന്യൂ പ്രോഡക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് പ്രോഡക്റ്റ് എന്നുള്ള പേജ് ഓപ്പൺ ആയി വന്നിരിക്കണം. സോ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുന്നേ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറീസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഓർ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ കിൻഡർ എന്നുള്ള ഇതാണ് കാറ്റഗറിയാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാർകോഡ് ജനറേറ്റ് ആയി വരും. പിന്നെ HSN കോഡ് ആൻഡ് SKU നമുക്കിവിടെ ആഡ് ചെയ്യാം. പ്രോഡക്റ്റ് നെയിം ഇവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ന്യൂട്ടെല്ല എന്ന് ആഡ് ചെയ്യാണ്. സ്ലഗ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയി വരും. ഞാനിവിടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ന്യൂട്ടെല്ല 250 grams ആഡ് ചെയ്തിരിക്കണേ. ജസ്റ്റ് സോ നമ്മൾ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ന്യൂട്ടെല്ല 250 grams ഹേസൽനട്ട് എന്ന് ടൈപ്പ് ചെയ്തിരിക്കണം. ഇവിടെ നമ്മളെ യൂണിറ്റ് AG ആൻഡ് റാക്ക് നമ്പർ ചൂസ് ചെയ്യാം. നമ്മൾ പ്രോഡക്റ്റ് ആക്റ്റീവ് ആക്കണോ ഇനാക്റ്റീവ് ആക്കണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റാറ്റസ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ആക്റ്റീവ് ഇനാക്റ്റീവ് ആവും. പ്രൈസ് ഡീറ്റെയിൽസ് ഫോർ എക്സാമ്പിൾ ഞാൻ 550 എന്ന് കൊടുക്കുകയാണ്. പിന്നെ റീഓർഡർ ലെവൽ കൊടുക്കാം. പിന്നെ മൾട്ടി ലിംഗ്വൽ നെയിംസ് നമുക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസിലുള്ള നെയിംസ് കൊടുക്കാം. ഒന്നിലധികം ലാംഗ്വേജസ് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഇമേജ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യുമ്പം നമ്മളെ ഇമേജ് ടൈറ്റിൽ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് പിന്നെ ടാഗ്സ് നമുക്ക് കൊടുക്കാം. പിന്നെ അപ്ലോഡ് ഇമേജ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാതെ വയസ്സ് നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ബ്രൗസ് ചെയ്തെടുക്കാം. ഇവിടെ ഇസ് ഇറ്റ് പ്രൈമറി എന്നുള്ള ഓപ്ഷനിൽ യെസ് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് പ്രോഡക്റ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് മാനുഫാക്ചർ ആൻഡ് കളർ എന്നുള്ള പ്രോപ്പർട്ടീസ് വരും. അതിൻ്റെ വാല്യൂ കൊടുക്കാം. റിലേറ്റഡ് പ്രോഡക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സെയിം കാറ്റഗറിയിൽ നിന്ന് നമ്മളിപ്പം ചൂസ് ചെയ്ത കാറ്റഗറിയിൽ നിന്ന് റിലേറ്റഡ് പ്രോഡക്ട്സ് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആയി വരും. പിന്നെ SEO മെറ്റാ ഡാറ്റ ഇവിടെ മെറ്റാ ടൈറ്റിൽ കൊടുക്കാം. മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആൻഡ് കീവേഡ്സ് ആസ് ടാഗ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റ് ക്രിയേറ്റഡ് എന്ന് കാണിക്കും. നമ്മളിപ്പം ആഡ് ചെയ്ത പ്രോഡക്റ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഇവിടെ കാണിക്കും. നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ നമ്മളെ പ്രോഡക്റ്റ് നെയിം ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളെ പ്രോഡക്റ്റ് ഇവിടെ സെർച്ച് ആയി കാണിക്കും. സോ അങ്ങനെയാണ് ഒരു പുതിയ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യൽ.